ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോണത് ഒരു കട്ട്ലറ്റാണ് കേട്ടോ. ചിക്കനും കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് ഒരു വെറൈറ്റി രീതിയിലാണ് നമ്മളിത് ചെയ്യണത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാനിലേക്ക് 2 കപ്പ് വെള്ളം, പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബോൺലെസ് പീസായിട്ടുള്ള ചിക്കനാണ്. അത് നന്നായിട്ട് വേവായതിന് ശേഷം അത് നമുക്ക് മാറ്റാം. അപ്പോൾ ബാക്കി വരുന്ന വെള്ളത്തിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 കപ്പോളം ക്യാബേജ് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതും, അതുപോലെ തന്നെ ഒരു 2 കപ്പ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഗ്രീൻ പീസാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ സാധാരണ ഗ്രീൻ പീസ് ആണെങ്കിൽ വെള്ളത്തിലൊക്കെ ഒന്ന് കുതിർത്തതിന് ശേഷം വേവിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതിൽ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നല്ല കുഴഞ്ഞ പരുവത്തിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വേവായി വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാന് ചൂടാക്കിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് മുറിച്ചെടുത്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി ചെറുതായി മുറിച്ചെടുത്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പച്ചമുളകാണ് വേണ്ടത്. അപ്പോൾ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിച്ചെടുത്തതും കൂടെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് മല്ലിയാണ്. അപ്പോൾ മല്ലി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും ഏകദേശം 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ പൊടികളുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മൈദപ്പൊടിയാണ്. അപ്പോൾ നമ്മളിതിൽ ഉരുളക്കിഴങ്ങ് ചേർക്കണില്ല. അപ്പോൾ ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/2 കപ്പ് മൈദപ്പൊടിയുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഈ മൈദപ്പൊടിയുടെയും പച്ചച്ചുവയൊന്ന് മാറുന്ന വരെ നന്നായിട്ട് ഒരു 2-3 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി നല്ലൊരു മണം വരും. ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി കൊടുക്കുക. മൈദപ്പൊടിയുടെ ആ ഒരു നല്ലൊരു മൂത്ത മണം വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇത്തിരി വെള്ളത്തോടെ കൂടെ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ആ വെള്ളം വറ്റിച്ചെടുക്കണില്ല കേട്ടോ. നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല പോലെ കുഴഞ്ഞ് വരുന്ന ആ ഒരു പരുവത്തിൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. അപ്പോൾ ഇത്തിരി വെള്ളം കൂടെ ഉണ്ടാകും. അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് നമ്മൾ വേവിച്ച് വെച്ച് ഒന്ന് ചെറുതായിട്ട് പീസാക്കി എടുത്തിട്ടുള്ള ചിക്കനാണ്. അതും കൂടെ ചേർക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് മല്ലിയിലയോ അല്ലെങ്കിൽ നമ്മുടെ കറിവേപ്പിലയോ ചെറുതായിട്ട് മുറിച്ചെടുത്തത് ചേർക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ മല്ലിയിലയാണ് ചേർക്കുന്നത്. ഒരു 1/2 കപ്പോളം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട്, ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടിത് യോജിപ്പിച്ചെടുക്കുക. നല്ല പോലെ യോജിപ്പിച്ചെടുക്കണം. ഇത് നമ്മുടെ കട്ട്ലറ്റിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. കയ്യിലൽപ്പം എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. ഏകദേശം 1 മാസം വരെ ഇത് കേടാവാണ്ടിരിക്കും. ഞാനിത് ഫ്രീസ് ചെയ്തെടുത്തതാണിത്. അപ്പോൾ നമുക്ക് എപ്പോഴാണോ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെക്കണം. എന്നിട്ട് ഒന്ന് തണുപ്പ് മാറിയതിന് ശേഷം വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്താലും. അപ്പോൾ ഞാൻ കണ്ടോ ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒന്നുകിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടോ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കൂല. അപ്പോൾ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ഫ്രൈ ചെയ്യാം. ഷാലോ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഷാലോ ഫ്രൈ ചെയ്യാണ്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഉരുളക്കിഴങ്ങില്ല എന്ന് വെച്ചിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാതിരിക്കണ്ട. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പീസുമായി കാണുന്നത് വരെ താങ്ക് യു.